ഒരു കഴിപ്പണം കെട്ട ചെറുക്കനാണെന്ന് ഞാൻ എഴുതി തരാൻ തന്നെ. അവൻ്റെ തുടപ്പ് കണ്ടാത്തോന്ന് ഇപ്പം ഷോറൂമിൽ നിന്ന് ഇറങ്ങി കൊണ്ടുവന്നു. എടാ വണ്ടിയെ കുറിച്ച് നിനക്ക് അറിയൂടാ? എടാ ഈ വണ്ടിയിലാണ് നിന്നെ പ്രസവിച്ചത്, ഈ വണ്ടിയിലാണ് നിന്നെ ആദ്യമായിട്ട് എഴുതിച്ചത്, ഈ വണ്ടിയിലാണ് നീ സ്കൂളിൽ പോയത്, നിന്റെ അവൻ്റെ അച്ഛൻ മരിച്ചത് ഈ വണ്ടിക്കകത്ത്. ഇതല്ലേ എനിക്ക് പറയാനുള്ളൂ. നീ ഈ വണ്ടി തമ്മിൽ പ്രേമം. നാളെ നീ പെണ്ണ് കാണാൻ പോണത് ആരാണ്? എൻ്റെ കൂടെ വരുന്നവരാണ്. എൻ്റെ മോളുടെ ആഗ്രഹം ഇതായതുകൊണ്ട് ഞാനിത് സമ്മതിക്കുന്നു. പുറത്തിറങ്ങുന്ന കാർ ഇവരൊന്നതാണോ? എന്തൊരു തപ്പിച്ച് അത് അബ്ബക്കല്ലേ ഉള്ള വണ്ടി. സാധനത്തിനടുത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ നിങ്ങൾ ആരെയും കേട്ടാ കൊടുത്താ? ഇപ്പൊ എന്റെ ജീവിതം കൂടെ തുറച്ചപ്പോ മതിയായില്ല രണ്ടാണെന്നതിനും. നീ എന്തുണ്ടാ എല്ലാ വർഷം കൂടെ തലയെടുത്ത് വയ്ക്കുന്നത്? അവൻ ഇനി ഞാൻ വണ്ടി വേണ്ട, മാമന്റെ തോന്നിട്ട് ആർക്കാന്ന് വെച്ചാൽ വിറ്റോളാം. 50,000 ഡീൽ. എന്തേലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുത്ത് കൊടുക്കണോ ചെയ്യാൻ? നീ എന്ത് ഇവിടെ? ഞാൻ വീട്ടിൽ നിന്ന് ചാടി. പവർ. ആദ്യം എൻ്റെ മുണ്ട് പോയി, രണ്ടാമത് എൻ്റെ മോള്. വെള്ള വരെയുള്ള പ്രീമിയർ പത്മിനി കാർ അതെനിക്ക് വേണം. നിങ്ങൾ 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ വണ്ടി തിരിച്ചു തരില്ല. ആ വണ്ടി ഇല്ലാതെ എന്റെ ചേട്ടൻ ഉറങ്ങൂല വേണം. തനിക്ക് വണ്ടി തരാനല്ല ഞാൻ ഇവിടെ വന്നത്. കാർ ഞാൻ വാങ്ങിച്ചത് ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അതിനി താൻ ചെയ്യണം. താൻ ഒരാളെ കൊല്ലണം. ഇരുന്നിരുന്ന് കിട്ടിയൊരു കൊട്ടേഷനാണ്. ഇതെങ്ങനെയും വിജയിപ്പിക്കണം. 3 പേര് ഇവിടെ കൊക്കോപ്പുഴ കയറി ചാവാറായി. അതാര് 3 പേര്? ഞങ്ങൾ 3 പേര്. അപ്പം എൻ്റെ വയറ്റിൽ കിടക്കുന്ന കൊക്കോപ്പുഴിനെ ഞാൻ സുനി എന്ന് വിളിക്കണം. ഈ കൊട്ടേഷൻ എങ്ങനെയും വിജയിപ്പിക്കണം. ഞാനൊരു ഐഡിയ പറയാം. മിണ്ടായിരിക്കട അമൃതാഞ്ച്. അമൃതാഞ്ചന ഞങ്ങൾക്ക് എല്ലാവർക്കും തലവേദനയായ പിന്നെ അവനെന്ത് വിളിക്കാൻ? അത് വിളിക്കുമ്പോഴാണ് ചെറിയൊരു ആശ്വാസം. എത്രയും വേഗം വണ്ടി കണ്ടെത്തണം. നടക്കുമെന്ന് തോന്നുന്നില്ല. ആ പാട്ട വണ്ടിയെ പൊറോട്ടിൽ കാണാനില്ല, വിറ്റെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. ആക്രി കടയിൽ നിന്നും ഒരു പാട്ട വണ്ടി വാങ്ങിച്ച് ചുമന്ന പെയിന്റ് അടിച്ച് മുതലാളി കൊടുത്താലും. അങ്ങനെയെങ്കിൽ ഷെയറോലക്കിൻ്റെ പെപ്പെക്സ് വാങ്ങിച്ചടിക്കാം. അതാകുമ്പോൾ പളപളന്നിരിക്കും. സൂപ്പർ പെയിന്റാണ്, 5 വർഷത്തെ ഗ്യാരണ്ടി. ആകെ 3000 രൂപ കൊട്ടേഷനാണ്. 2000 ഒന്നുമില്ലേ നിങ്ങൾ പറഞ്ഞത്? 1000 എപ്പോഴും കയറി. ആ 1000 രൂപ എന്നൊരു 35 രൂപ തരണം. 0 വാട്ട് ബൾബ് കിടന്ന് മിന്നണ കണ്ട ഒരു പുതിയ ബൾബ് വാങ്ങണം. വേറെ സംസാരമൊന്നുമില്ല. ആ കാറ് നമ്മൾ പൊക്കിയിരിക്കും. എനിക്ക് കുറച്ച് പൈസ തരണം. എന്തിന്? പ്രോട്ടീൻ പൗഡർ വാങ്ങണം. കൂവക്കിഴങ്ങ് അവിച്ചെത്തുന്ന മടുത്ത്. ഇവിടെ ആദ്യം അവൾ വണ്ടി തരൂലെന്ന് പറഞ്ഞു. പിന്നെ അവൾ വണ്ടിയും കൊണ്ട് നിന്റെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞു. എന്നിട്ട് കാർ എവിടെ? നീ വല്ലതുകൊണ്ട് വാറൊന്ന് പറയടേ. വണ്ടി അവള് തിരിച്ചരാന്ന് പറഞ്ഞതാ. പക്ഷെ ഞാൻ അവളെ കൊല്ലണമെന്നാ? ആരാ? My boyfriend. He's a bloody cheat. I loved him more than my life itself. പക്ഷെ അവൻ എന്നെ ചതിച്ചു. എനിക്ക് നടന്ന കാര്യം വേറൊരു പെണ്ണ് നടക്കാൻ പാടില്ല. So he needs to be killed. അവന് കിട്ടാൻ കുറച്ച് പാടാണ്. So I will provide all his details. ഈ അല്ലെങ്കിൽ ഈ പാഷനുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെ ഇഷ്ടപ്പെടാതെ വല്ല ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഗുണം വരും. അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുള്ളൂ. അല്ല, അവനെ കൊല്ലാൻ എന്തിണ്ടാ ഇവന്റെ വണ്ടി? വേറെ വണ്ടി പോരെ? അത് അവർക്ക് ബുദ്ധിയുണ്ട്. ഇവന്റെ വണ്ടി ഇടിച്ച് വന്നു കഴിഞ്ഞാൽ കേസ് നിൽക്കൂല കോടതിയിൽ. അതെന്തര്? ജഡ്ജിക്ക് കണ്ടറിഞ്ഞൂടെ ആ വണ്ടിക്ക് ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഇടുന്നത്. കേസ് നിൽക്കൂല. മാത്രമല്ല ബ്രേക്ക് ബോർഡ് മാറാനുള്ള പൈസ കൊടുത്തു വിടും. അപ്പൊ അവനെ കൊന്നാലേ അവള് കാറ് തരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ദൗത്യം നമുക്കൊരാളെ ഏൽപ്പിക്കാം. ഈ നിൽക്കുന്ന മാമൻ. അതാകുമ്പോൾ 3 പ്രയോജനമുണ്ട്. 1 നിനക്ക് കാറ് തിരിച്ചു കിട്ടും, 2 അവളെ കാമുകം ചാവും, 2 ഇയാളെ കൊണ്ടുള്ള ശല്യം തീരും. നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണം ഈ പ്രശ്നം മൊത്തവനായി അറിയാമോ? അയാളെ മുണ്ടും പറിച്ച് കളഞ്ഞ് ആ ചെറുക്കൻ്റെ കല്യാണം മുടക്കി അവൻ്റെ തള്ളക്കുളി അവൻ നിന്ന് കേട്ട് നീ അങ്ങനെ കൊന്നിട്ടെങ്കിൽ അവനുള്ള പ്രശ്നം തീർത്തു കൊടുക്കും. ചുമ്മാ ഞാൻ തിരിയതടാ. നിങ്ങൾ എന്തിനാണ് ചെയ്യാത്തത്? അപ്പൊ കുറ്റം മൊത്തം എന്റെ തലയിലല്ലേ? ഓ ശരി. ഇവന്റെ വണ്ടി തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരുത്തനെ കൊല്ലാൻ പറഞ്ഞാൽ ഞാൻ കൊല്ലും. പക്ഷേ ഇത് ചെവി അറിയിട്ട് ഇപ്പൊ തന്നെ 6 ചെവി എറിഞ്ഞു. ഇത് ഇയാളെ കൊണ്ട് നടക്കണ കേസല്ലേ? കൊല്ലണമെങ്കിൽ ആദ്യം ആളെ കണ്ടെത്തണം. പിന്നെ അല്ലാതെ ഫാക്സ് അയച്ചാ കൊല്ലണത്. ഇങ്ങനെ എന്താ ഈ വിളിച്ച് പറയണത്? അവനെ കണ്ടെത്തിയിട്ട്
പിന്നീന്ന് കടാര വെച്ച് കുത്തിക്കൊല്ലണം. പക്ഷെ ആ കുത്തി മരിക്കൂല. മോഹഭംഗ മനസ്സ് പാട്ട് കഴിഞ്ഞ് ചിക്കു എന്ന് വിളിച്ച് മരിച്ച് വീഴുന്നു. ഇങ്ങനെ ഒരു ഫീമെയിൽ ഡ്രസ്സിൽ മയക്കും പിടിച്ച് പാട്ടും പാടിക്കൊണ്ടിരിക്കും. എങ്ങനെയുണ്ട്? നടപ്പോശുള്ള കാര്യം വല്ലതും പറയും. എന്തായിരുന്നാലും അവൻ്റെ ഒരു മൊബൈൽ ഫോൺ കാണുമല്ലോ. അത് കാണും. അതൊരു തുണിയിൽ പൊതിയുന്നു, കർണാടകയിൽ പോകുന്ന ഏതെങ്കിലും ലോറിയിലേക്ക് വലിച്ചെറിയുന്നു. എന്നിട്ട് ഒരു മഞ്ഞ മാരുതി കാർ വാങ്ങുന്നു, ഏതെങ്കിലും പാറക്കുളത്തിൽ കൊണ്ട് തള്ളിയിടുന്നു. എന്നിട്ട് ഒക്ടോബർ 2-ാം തീയതി പാറപ്പള്ളിയിൽ അവിടെ ധ്യാനത്തിന് പോകുന്നു. എന്നിട്ട് അപ്പുറത്തെ കടയിൽ കയറി 4 ബിരിയാണി കഴിക്കുന്നു, എൻ്റെ ബില്ല് കൈക്കലാക്കുന്നു. നമുക്കിപ്പോൾ പോയി ബിരിയാണി എന്നിട്ട് ആ ബില്ല് കൈക്കലാക്കിയല്ല. പക്ഷെ വേറെ കേസുണ്ട്. ഇത് കലാപം ഷാജം അറിയില്ല, കളിപ്പാവും. ഇവിടെ ഇതിനെയൊക്കെ പറഞ്ഞു വിടറേ, പച്ചപ്പാചാത്തിൽ നിന്നും ചള്ളും പൊട്ടും പറയണത്. എന്നാൽ വേറൊരു ഐഡിയ ഉണ്ട്. എന്തായാലും പണിയറിയാവുന്ന 2 മേശരിമാരെ പൊക്കണം. എന്നിട്ട് കറങ്ങണ ഒരു പലക ഉണ്ടാക്കണം. എന്നിട്ട് ഒന്നിൽ നകുലിനെയും കിടത്തണം, അപ്പുറത്ത് ശങ്കരൻ തമ്മിയും കിടത്തണം, മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടണം. അല്ല, ഈ ഒരു മുறை വന്ന് പാർത്തായ പാട്ട് നിങ്ങൾ പാടുമോ അതേ ആ മേശിന് വരെ ഇരുന്ന് പാടുമോ? എടാ, ഇങ്ങനെ ഐഡിയ പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ കൊല്ലും കേട്ടോ. ഒരു ഐഡിയയും കൊണ്ട് വന്നേക്കണം. എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തി അവളെ കയ്യിലേൽപ്പിക്കണം. പിന്നെ അവൾ കൊല്ലുക വളർത്തി എന്തുകൊണ്ട് ചേട്ടെ, എനിക്കെൻ്റെ വണ്ടി കാണണം. അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കിയിരിക്കും. എന്നാ എന്തിനാണ് എന്നെ ഈ നാറ്റം പിടിച്ച സ്ഥലത്തോണ്ടിരുത്തിയിരിക്കും? നിന്നെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെ കൊല്ലാനാണ് നമ്മുടെ പരിപാടി. പോണ തമാശ. നമുക്ക് കാറ് കിട്ടണമെങ്കിൽ നിന്നെ കൊല്ലണം. മാമന് ഏത് വണ്ടി വേണോ വാങ്ങിച്ചു? ഏത് വണ്ടി വേണം പറ. പ്രീമിയർ പത്മിനി. അയ്യേ, അതൊക്കെ തകരം വണ്ടിയാണ്. സെക്കൻഡ് വിലക്ക് നല്ല കിടില വണ്ടി വാങ്ങിച്ചു തരാണ്. ഞങ്ങൾക്ക് ആ വണ്ടി തന്നെ വേണം. ചോപ്പിൽ 2 വെള്ള വരെയുള്ളത്. അതിനാണ് നിന്നെ ഞങ്ങൾ കൊല്ലുന്നത്. അതിനെന്തിനാണ് എന്നെ കൊല്ലണം? എനിക്ക് മരിക്കാൻ ഭയങ്കര പേടിയാണ്. ഞാൻ അമ്മയുടെ മരണ വീട്ടിൽ പോലും പോകില്ല. സാമ്പ്രാണി തിരിയുടെ മണമൊക്കെ എനിക്ക് കൊണ്ട് അപ്പം ഞാൻ ഓടും. സത്യമാണ്. നിനക്കൊരു പ്രിയ ഷെഡ്ഡി അറിയോ? ഓ അറിയണം, എന്റെ എക്സ് കാമുകി. അവള് നിന്നൊരു കുഞ്ഞു കൊട്ടേഷനാണത്. അവളെ കൊട്ടേഷൻ നമുക്ക് ഭ്രാന്താണല്ലോ. ഓ അപ്പൊ മുഴുത്ത ഭ്രാന്താണ്. നമ്മൾ 3 വർഷമായിട്ട് ലൈനായിരുന്നു. എന്നാൽ അവളെയാണെങ്കിൽ ഞാൻ റോഡിൽ എപ്പോഴും ഇറങ്ങുമ്പോഴും ഫോൺ വിളിക്കും, വീഡിയോ കോൾ. ഞാൻ കക്കൂസിരിയാമത്തോരെ വിളിക്കണം. അമ്മയുടെ മുഴുത്ത ഭ്രാന്ത്, സത്യം. അവിടെ നല്ല പാഷനുള്ള പെണ്ണല്ലേടാ, പിന്നെ നീ തന്നെ അവളെ കളഞ്ഞത്? അവൾക്ക് പാഷൻ മാത്രമേ ഉള്ളൂ, അവൾക്ക് ഭ്രാന്താണെന്നാ. ഞങ്ങളെ പറ്റിച്ചെന്നാ. ഞാൻ അമേരിക്ക പോകണമെന്ന് പറഞ്ഞ് അങ്ങ് പോയി. അതിന്റെ ചെന്നോടെ മിസ് എടുത്ത് കൊടുക്കാന്ന് പറയും. അവള് വിശ്വസിച്ചെന്നാ. അതിൻ്റെ ആണെങ്കിലേ എൻ്റെ ഇരുന്ന സിമ്മ് ഞാൻ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞ് കിടിലം കമ്പനി ഉണ്ടായിരുന്ന ജോലിയിൽ പോയി. ഇപ്പൊ ഒരു മാറ്റ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. 5000 രൂപയ്ക്ക്. ഇതെന്താടാ? അവിടെ മൂത്രമൊഴിക്കണമെങ്കിൽ ഇത് വേണമെന്ന്. ഈ കരിക്കങ്ങ് ചെത്തിയാലാ? ഈ 5000 രൂപ വെച്ചാണ് നമുക്ക് നീ കാർ മേടിച്ചു തരാന്ന് പറഞ്ഞത്. സത്യമായിട്ട് വാങ്ങിച്ചു തരാണ്. എങ്ങനെ? ഞാൻ അണ്ണാച്ചിരുന്ന് പലിശയ്ക്ക് എടുത്ത് വാങ്ങിച്ചിരും. പിന്നെ നീ നാട്ടിലുണ്ടെന്ന് അവളെങ്ങനെ അറിഞ്ഞു? ഒരു ദിവസം ഭീമാവളി CD എടുക്കാൻ പോയപ്പോ അവളെ കണ്ടെണ്ണ. ASD 2 വേണം. അടിയാ കുത്ത. ഇത് വെറും മരക്കഴങ്ങളിയാ. ഇല്ലണ്ണ, ഞാൻ ജെന്റിൽമാൻ. നീ തേങ്ങയാണ്. ഇവനെ കൊല്ലാനാണ് ഈ വെട്ടോത്തിയും കൊണ്ടിറങ്ങി വന്നത്. ഒരു കൊതുകരി എത്തിച്ചു അതിന്റെ പുകയടിച്ചാൽ ചത്തു. ഒരു പക്കവടം മേടിച്ചു കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിടുക. ഇതിനേക്കാ പാവോളിയാ. ഞാൻ അവളെ വിളിച്ച് പറയടാ. ആരെയാണ് വിളിക്കുന്നത്? പ്രിയ ഷെഡ്ഡി. ഞാൻ ഇവിടെ ഉള്ള കാര്യം പറയല്ലേണ. വീഡിയോ കോൾ ചെയ്യും. ഹലോ പ്രിയ മാഡം, പപ്പനാണേ. ഒരു മനുഷ്യജീവന്റെ വിലയോളം വരില്ലല്ലോ എൻ്റെ വണ്ടിക്ക്. എനിക്കിനി ആ വണ്ടി ഉണ്ടോ നിങ്ങളെടുത്തോ. എനിക്ക് ഇയാളെ കൊല്ലാൻ പറ്റില്ല. പിന്നെ നിങ്ങളും ഇയാളെ കൊല്ലില്ല. ഞാനിത് പോലീസ് കംപ്ലൈന്റ് ചെയ്യും. I knew you would say this. So there's a small twist in the plan.
അനിയനെയും പെണ്ണിനും ജീവനോടെ വേണമെങ്കിൽ നീ അവനെ കൊന്നിട്ടിങ് വാ. എനിക്ക് കുറച്ച് പൈസ തരണം. എന്തിനു? പൂവക്കിഴങ്ങ് അവിച്ചിരുന്ന് മടുത്ത്. പൂവക്കിഴങ്ങ് അവിച്ചിരുന്ന് മടുത്ത്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നമുക്ക് ആ വണ്ടി ഞങ്ങൾക്ക് ആ വണ്ടി തന്നെ വേണം. ചോപ്പിൽ 2 പൽ. ഞങ്ങൾക്ക് ആ വണ്ടി തന്നെ വേണം. ഇത്രയും പാഷുള്ള പെണ്ണ് നീന്തുന്ന പിന്നെ കളഞ്ഞത്. അവർക്ക് പാഷൻ ഉള്ളതാണ്. ഭയങ്കര സംശയവും. ഞാൻ അമേരിക്ക പോകണമെന്ന് പറഞ്ഞ് അങ്ങ് പോയി. ചെന്നോടെ വിസ എടുത്തു കൊടുക്കാം. താങ്ക് യു. ഓക്കെ